ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്ന് നമ്മൾ നീൽസ് അക്കാഡമിയിൽ നോക്കാൻ പോകുന്നത് സാനിറ്ററി കെമിസ്ട്രിയിലെ 10ാമത്തെ മൊഡ്യൂളാണ് എൻവയോൺമെന്റൽ മൈക്രോബയോളജി. അപ്പൊ ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണ്, ജനറലി പഠിക്കുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ എന്താണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമ്മുടെ നാട്ടിലെ അർബനൈസേഷനും അതേപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ കാരണം ഒരുപാട് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള വേസ്റ്റ് ഉണ്ട്. ഓർഗാനിക് വേസ്റ്റ്, ഇൻഓർഗാനിക് വേസ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ്, ഇങ്ങനെ ഈ വേസ്റ്റുകൾ, ഹോസ്പിറ്റൽസ് എന്നുള്ള വേസ്റ്റുകൾ, അപ്പൊ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി പണ്ടത്തേനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇതിന്റെ ഈ വേസ്റ്റ് പ്രൊഡക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും റെഡ്യൂസ് ചെയ്യണം. അതായത് ഉണ്ടാവുന്ന വേസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അതല്ലാതെ ഈ പ്രൊഡ്യൂസ് ആയ വേസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ബയോഡിഗ്രേഡബിൾ ആക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിനൊന്ന് ഡീകമ്പോസ് ചെയ്ത് പ്രോപ്പറായ രീതിയിൽ അതിനെ മാനേജ് ചെയ്യണം. അതാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഇതിന്റെ ഒരു പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ വേസ്റ്റ് ഉണ്ടാവും, അതേപോലെ മെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവും, പ്ലാസ്റ്റിക്സ് ഉണ്ടാവും, ഓർഗാനിക് വേസ്റ്റുകൾ ഉണ്ടാവും, ഇൻഓർഗാനിക് സബ്സ്റ്റൻസിന്റെ വേസ്റ്റുകൾ ഉണ്ടാവും, ലബോറട്ടറീസ് എന്നൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റുകൾ, അങ്ങനെ പല കാറ്റഗറീസ് ഓഫ് വേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതിനെ എല്ലാത്തിനെയും കളക്ട് ചെയ്യുക, ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ വേണ്ടുന്ന സ്ഥലത്തേക്ക് ഇത് ഓരോന്നും ട്രീറ്റ് ചെയ്യുന്ന റീജിയൻസ് വേറെ ആയിരിക്കും. ഓരോരോ പ്ലാന്റ് ആയിരിക്കും. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്ലാന്റ്സ് ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അതിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അവിടെ വെച്ച് അതിന്റെ ട്രീറ്റ്മെന്റ്, പിന്നെ അതിൽ എത്രത്തോളം കെമിക്കൽസ് റിമൂവ് ആയിട്ടുണ്ട്, ഇനി ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ആ ഒരു അനാലിസിസ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പ്രൊസീജിയേഴ്സ് കൂടി ചേർന്നതിനെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു സാനിറ്ററി കെമിസ്ട്രിന്റെ ടോപ്പിക്സിൽ വന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കമ്പോസ്റ്റിംഗ് മാത്രമാണ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ലാൻഡ് ഫില്ലിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കമ്പോസ്റ്റിംഗ് മാത്രമാണ്. അപ്പൊ എന്താണ് കമ്പോസ്റ്റിംഗ്? എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ്, പലരുടെയും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കമ്പോസ്റ്റിംഗ് ഒക്കെ. അപ്പൊ എന്താ കമ്പോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറിയോ? ഒന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും കമ്പോസ്റ്റിംഗ്? ശരിയാണ്, നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് വെർമി കമ്പോസ്റ്റ്, ബയോമാസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണ്? കമ്പോസ്റ്റിംഗ് വഴിയാണ്. ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഒക്കെ അല്ലേ? ഇപ്പൊ എന്താ കമ്പോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റിനെ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ്, അതായത് ബാക്ടീരിയ, ഫംഗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓർഗാനിക് വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യുന്നു, ബയോഡിഗ്രേഡബിൾ ചെയ്യുന്നു അല്ലേ? ഇതല്ലേ കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ സാധാരണ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, വെജിറ്റബിൾസിന്റെ, ഫ്രൂട്ട്സിന്റെ, ഫുഡ് വേസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒരു വലിയൊരു ടിന്നിന്റെ അകത്ത് ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ, അടച്ചു വെക്കണമെന്നില്ല, സൺലൈറ്റിൽ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും എയറോബിക് ആയിട്ട് എന്ത് നടക്കും? ഡീഗ്രഡേഷൻ സംഭവിച്ചിട്ട് അത് മാനുവർ ആയിട്ട് മാറും. ഈ മാനുവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റ്സിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ ഈൽഡ് കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് യൂസ് ആക്കാം. അതാണ് കമ്പോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോ ഓർഗാനിസംസ് ഈ ഒരു വേസ്റ്റ് ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വേസ്റ്റിന്റെ അകത്തുള്ള കാർബൺ, നൈട്രജൻ പോലുള്ള എലമെന്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എനർജി സോഴ്സ് ആയിട്ട് അവർ യൂസ് ചെയ്ത് എന്നിട്ടാണ് ഈ ഒരു ഡീഗ്രഡേഷൻ സംഭവിക്കുന്നത്. ഈ ഡീഗ്രഡേഷൻ സംഭവിക്കുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇപ്പൊ എക്സോതെർമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹീറ്റ് ജനറേറ്റ് ചെയ്യും അല്ലെ? ഹീറ്റ് റിലീസ് ചെയ്യുന്നതാണ് എക്സോതെർമിക് റിയാക്ഷൻസ്. അങ്ങനെ റിലീസ് ചെയ്യുന്ന ആ ഒരു ഹീറ്റ് കാരണം നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള പാത്തജൻസും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. ഈ ഡീഗ്രഡേഷന് സഹായിക്കാത്ത പല രീതിയിലുള്ള പാത്തജൻസും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹീറ്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാടായിരിക്കും. അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരുപാടായിരിക്കും. അതിന് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു വോളിയം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് വോളിയം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൺവീനിയന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക്
ഈ പെസ്റ്റിനെ അതേപോലെ പാത്തജൻസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റബിൾ മെറ്റീരിയൽ, അതായത് മാനുവൽസിനെയാണ് മാർക്കറ്റബിൾ മെറ്റീരിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാക്കി മാറ്റാനായിട്ട് പറ്റും. ഇതിന് ഭയങ്കര മാർക്കറ്റാണ്. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ബയോഗ്യാസ് നമ്മൾ LPG യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ബയോഗ്യാസ് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് ഫ്യൂവൽ ലാഭിക്കാം, പറ്റില്ലേ? ഇതേപോലെ അതിൽ നിന്ന് ഉണ്ടാവുന്ന ബാക്കി വേസ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മള് ചെടികൾക്കൊക്കെ വളമായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഫെർട്ടിലൈസർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പോസ്റ്റിംഗ് വഴി നമുക്ക് അഡ്വാൻറ്റേജസ് തന്നെയാണ്. പിന്നെന്താ, നമ്മളിത് സോയിലിൽ ചുമ്മാ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, സോയിലിലുള്ള ന്യൂട്രിയൻസ് കൂടും. ഇതാണ് ഒരു കമ്പോസ്റ്റിംഗ് എന്നുള്ളതിന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെയിൻ ആയിട്ട് എന്താ കമ്പോസ്റ്റിംഗിൽ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ. ഈ മൈക്രോ ഓർഗാനിസംസിന് വേണ്ടുന്ന എനർജി അവരെന്തെന്ന് തന്നെ കണ്ടെത്തുന്നുണ്ട്, ഈ ഒരു സോളിഡ് വേസ്റ്റ് തന്നെ കണ്ടെത്തുന്നുണ്ട്. കാർബണിന്റെ ഫോമിലും നൈട്രജന്റെ ഫോമിലും പൊട്ടാസ്യത്തിന്റെ ഫോമിലൊക്കെ ഈ എലമെന്റ്സിനൊക്കെ അവരെന്ത് ചെയ്യും, എനർജി സോഴ്സ് ആയിട്ട് അബ്സോർബ് ചെയ്യും. അതിനുശേഷമാണ് ഈ ഒരു മൈക്രോ ഓർഗാനിസംസ് വർക്ക് ആവുന്നത്. അപ്പൊ ആ ഒരു വേസ്റ്റിന്റെ കണ്ടന്റില് നമുക്ക് പ്രോപ്പർ ആയിട്ട് വേണ്ടുന്ന കാർബണോ നൈട്രജനോ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബയോഡിഗ്രഡേഷൻ പോസിബിൾ ആയിരിക്കുമോ? അതായത് പ്രോപ്പർ എമൗണ്ടിലുള്ള കാർബണും നൈട്രജനും പൊട്ടാഷ്യം ഒക്കെ കിട്ടിയാൽ മാത്രമാണ് ഈ ഒരു മൈക്രോ ഓർഗാനിസംസ് ബയോഡിഗ്രഡേഷന് സഹായിക്കുള്ളൂ. അതിന് വേണ്ടുന്ന എനർജി സോഴ്സ് ആണ് ഈ കാർബൺ, നൈട്രജൻ, പൊട്ടാസ്യം ഒക്കെ. അപ്പൊ ആ ഒരു എനർജി സോഴ്സ് വേണ്ടുന്നത്ര ഇല്ലെങ്കിൽ ബയോഡിഗ്രഡേഷൻ ഈസി ആയിട്ട് പോസിബിൾ ആവുമോ? ആവില്ല. ഇനി അധികമാണെങ്കിലോ, അതും നാശാണ്. അധികമാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ലാർജ് പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഒരുപാട് നൈട്രജൻ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി കൂടുതലായിരിക്കും. ആ ഒരു ഹീറ്റില് നമുക്ക് വേണ്ടുന്ന മൈക്രോ ഓർഗാനിസംസിന് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അത് ചിലപ്പോ ഡീകെ സംഭവിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കാർബൺ നൈട്രജൻ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 30:1 എന്ന നിലയിലായിരിക്കണം. അതിൽ കുറയാനോ കൂടാനോ പാടില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എന്താ സംഭവിക്കുക, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എനർജി കിട്ടില്ല. അതുകൊണ്ട് ബയോഡിഗ്രഡേഷൻ അഥവാ ഡീകമ്പോസിഷൻ ഒന്നും പോസിബിൾ ആവില്ല. ഇനി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കാർബണിന്റെ എമൗണ്ട് കൂടിയാലും നൈട്രജന്റെ എമൗണ്ട് കൂടിയാലും അതും ബയോഡിഗ്രഡേഷന് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കില്ല, ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ഹീറ്റ് എനർജി ആണ്. നൈട്രജന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് എനർജി റിലീസ് ആവുന്നതിന്റെ എമൗണ്ട് കൂടും. അത്രയും ഒരു ടെമ്പറേച്ചറിൽ ഈ ഒരു മൈക്രോ ഓർഗാനിസം നമ്മളെ സഹായിക്കുന്ന, അതായത് വേസ്റ്റ് ഡിഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിന് സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ടും പറ്റില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കുക. 30:1 ആണ് റേഷ്യോ. കാർബൺ ഈസ്റ്റു നൈട്രജൻ ആണ്, കാർബൺ 30, നൈട്രജൻ 1 ആണ് റേഷ്യോയിൽ വരുന്നത്. ഇനി എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പൊ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫാക്ടേഴ്സ് ഉണ്ട് ഇല്ലേ? ആ ഒരു ഫാക്ടേഴ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു നൈട്രജൻ കാർബണിന്റെ കോൺസെൻട്രേഷൻ അതൊരു ഫാക്ടർ തന്നെയാണ്. ആ കോൺസെൻട്രേഷൻ കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും പറ്റില്ല. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതിൽ മാത്രമാണ് ഈ ഒരു മൈക്രോ ഓർഗാനിസംസ് വർക്ക് ചെയ്യുള്ളൂ, ബയോഡിഗ്രഡേഷൻ സംഭവിക്കുള്ളൂ. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കമ്പോസ്റ്റിംഗ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഓക്സിജൻ കണ്ടന്റ് ആണ്. ഇഫ് ആ ഒരു ബയോഡിഗ്രഡേഷൻ എന്ന് പറയുന്നത് എയറോബിക് ആണെന്നുണ്ടെങ്കിൽ, എയറോബിക് കണ്ടീഷനിലാണ് അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ 80% ഓക്സിജൻ സപ്ലൈ അവിടെ ഉണ്ടായിരിക്കണം. ആ 18% സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമാണ് എയറോബിക് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ എയറോബിക് ഡീകെ സംഭവിക്കുള്ളൂ. അതായത് 6%ലും താഴെ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഓക്സിജന്റെ കണ്ടന്റ് 6%ലും കുറവാണെങ്കിൽ അവിടെ ഡീകമ്പോസിഷൻ സംഭവിക്കുകയില്ല. ആ ഒരു വേസ്റ്റ് എന്ത് ചെയ്യും, ഡീഗ്രേഡ് ചെയ്യാതെ അങ്ങനെ തന്നെ റിമെയിൻ ചെയ്ത് നിൽക്കും. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് ആണ് നമ്മുടെ ഓക്സിജൻ കണ്ടന്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ടെമ്പറേച്ചർ ആണ്. നമുക്കറിയാം ഇപ്പൊ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ല എന്ന് നമുക്കറിയാം. അതെന്തുകൊണ്ടാണ്, പല മൈക്രോ ഓർഗാനിസംസിന്, ഈ ബാക്ടീരിയ ഫംഗസിനൊന്നും ചെറിയ ടെമ്പറേച്ചറിൽ അതിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ആക്റ്റീവ് ആയിരിക്കില്ല ആ ഒരു ടെമ്പറേച്ചറിൽ. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസിന് ടെമ്പറേച്ചർ കുറവാണെങ്കിലും അതേപോലെ ഹൈ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിലും അതിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 30° to 35°C മാത്രമാണ് ഈ ഒരു മൈക്രോ ഓർഗാനിസംസിന് ആക്ടിവിറ്റി നമ്മൾ ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. അത് ആക്റ്റീവ് ആയിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 to 35°C. ഇതിൽ താഴെയാണെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ആക്റ്റീവ് ആയിരിക്കില്ല, കൂടുതലാണെന്നുണ്ടെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ആക്റ്റീവ് ആയിരിക്കില്ല.
ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് ടെമ്പറേച്ചർ ആണ്. ഇതിന്റെയൊക്കെ റേഞ്ചും കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെക്കണം. എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് മോയ്സ്ചർ കണ്ടന്റ്. എന്താ 40% മോയ്സ്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിഗ്രഡേഷൻ പോസിബിൾ ആവുള്ളൂ. മിനിമം 40% എങ്കിലും വേണം. ലെസർ ദാൻ 40% ആണെന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ആവും. ഡിഗ്രേഡ് ചെയ്യുന്ന ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. അതേപോലെ ഹൈ മോയ്സ്ചർ കണ്ടന്റിലാണെങ്കിൽ കൂടെ എന്ത് സംഭവിക്കില്ല? ഡിഗ്രഡേഷൻ സംഭവിക്കില്ല. ഇനി അടുത്തത് pH ആണ്. pH എത്ര ആയിരിക്കണം? 5 to 5.8. പല മൈക്രോ ഓർഗാനിസംസും അഥവാ ഫംഗസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും പ്രിഫർ ചെയ്യുന്നത് അസിഡിക് എൻവയോൺമെന്റ് ആണ്. അപ്പൊ അസിഡിക് പ്യുവർ ആയിട്ടുള്ള, അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അസിഡിക് എന്നുള്ള രീതിയല്ല, ഒരു ന്യൂട്രലിന്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു അസിഡിക് എൻവയോൺമെന്റിൽ മാത്രമാണ് ഈ മൈക്രോ ഓർഗാനിസംസിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ 5.58 ആണ് എന്തിനു വേണ്ട pH? ഒപ്റ്റിമൽ pH എന്ന് പറയുന്നത് കമ്പോസ്റ്റിങ്ങിന് വേണ്ട pH 5.58 ആണ്. അപ്പൊ ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഓക്സിജൻ കണ്ടന്റ് ആണ് ഒരു ഫാക്ടർ പറഞ്ഞത്. ഓക്സിജൻ കണ്ടന്റ് 80% ആണ് മിനിമം. അത് ഒരിക്കലും ഡീഗ്രഡേഷൻ സംഭവിക്കാത്ത പെർസെന്റേജ് എത്രയാണ്? 6%ലും താഴെ ആയിട്ടുണ്ടെങ്കിൽ ഡീഗ്രഡേഷൻ സംഭവിക്കില്ല. പിന്നെ ടെമ്പറേച്ചർ എത്രയാണ്? 30 to 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. മോയ്സ്ചർ കണ്ടന്റ് 40 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ ഡീഗ്രഡേഷൻ റെഡ്യൂസ് ചെയ്യും. pH എന്ന് പറയുന്നത് 5 to 5.8 വരെ ആണെങ്കിൽ മാത്രമാണ് മൈക്രോ ഓർഗാനിസംസ് ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അത് അസിഡിക് എൻവയോൺമെന്റിലാണ്. ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഏത് കണ്ടീഷനിലാണ്? ബേസിക് കണ്ടീഷൻ ആണോ, ന്യൂട്രൽ കണ്ടീഷനിലാണോ, അസിഡിക്കിലാണോ, ഏതിലാണ് കൂടുതലായും ഈ ഒരു മൈക്രോ ഓർഗാനിസംസ് ആക്റ്റീവ് ആയിട്ടുള്ളത്? അല്ലെങ്കിൽ ആ ഒരു pH റേഞ്ച് തന്നെ ചോദിക്കാം, 5 to 5.8 എന്നുള്ളത്. പിന്നെ നമ്മൾ കാർബൺ നൈട്രജന്റെ റേഷ്യോ കേസ്, ആ ഒരു കേസ് പറഞ്ഞില്ലായിരുന്നു, 30:1. ഈ റേഷ്യോ എന്ന് പറയുന്നത് 26നും 45നും ഇടയിലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഡീകമ്പോസിഷൻ അവിടെ പോസിബിൾ ആവുള്ളൂ. 25ൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ അവിടെ നടക്കില്ല. അതേപോലെ 45ൽ കൂടുതലാണെന്നുണ്ടെങ്കിലും ഡീകമ്പോസിഷന്റെ റേറ്റ് വളരെ കുറവായിരിക്കും. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, ആ റേഷ്യോന്റെ റേഞ്ച് എന്ന് പറയുന്നത് 26 to 45 ആണ്. ആ റേഷ്യോ എന്ന് പറയുന്നത് 30:1 ആണ്. കാർബൺ ടു നൈട്രജൻ റേഷ്യോ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. ഫസ്റ്റ് ടോപ്പിക്കിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതിൽ കമ്പോസ്റ്റിംഗ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ ആണ് ബയോ റെമഡിയേഷൻ. എന്താണ് ഈ ബയോ റെമഡിയേഷൻ? റെമഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്, ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരമാണ്, ആൻസർ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ റെമഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കണ്ടെത്തുന്ന വഴിയാണ് റെമഡി. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്? സോളിഡ് വേസ്റ്റ്, അതായത് വേസ്റ്റ് തന്നെയാണ്, അതിനെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം എന്നതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ അതിന് ഇവിടെ റെമഡി എന്താണ്? ബയോ റെമഡിയേഷൻ ആണ്. ബയോളജിക്കൽ റെമഡി ആണ്. ബയോളജിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ടുള്ള അതിന്റെ ഡീകമ്പോസിഷനെയാണ് ബയോ റെമഡിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പല ടൈപ്പിലുള്ള വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള കണ്ടാമിനൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് കേസ് പെസ്റ്റിസൈഡ്സ് ആണ്. അതിന് മുന്നേ ബയോ റെമഡിയേഷൻ എന്താന്ന് നമുക്ക് നോക്കാം. ദ യൂസ് ഓഫ് മൈക്രോബ്സ് ടു ക്ലീൻ അപ്പ് കണ്ടാമിനേറ്റഡ് സോയിൽ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. എന്താണ്? മൈക്രോബ്സ് ആണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഓയിൽ. എങ്ങനെയൊക്കെ സോയിൽ കണ്ടാമിനേറ്റ് ആവാം? ഇപ്പൊ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ആക്കുന്നുണ്ട്, ഓയിൽ സ്പിൽസ് വരുമ്പോ ഇതാവുന്നുണ്ട്. അതേപോലെ വാട്ടർ, നമ്മൾ ഈ ലേക്കിലും പോൺസിലൊക്കെ പോകുന്ന സമയത്ത് കുളിക്കാനും അലക്കാനൊക്കെ യൂസ് ആക്കുന്നുണ്ട്. അപ്പൊ എന്താ? അവിടെ ഈ ഒരു സർഫക്റ്റൻസ് ആണ് ഈ വാട്ടറിലേക്ക് പോകുന്നത്. സോപ്പിലുള്ളത് എന്താണ്? സർഫക്റ്റൻസ് ആണ്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് എടുത്തതാണ്. സോപ്പിന്റെ കണ്ടൻസും ഡിറ്റർജൻസിന്റെ കണ്ടൻസുകളൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇതിൽ കൂടുതലും സർഫക്റ്റൻസുകളാണുള്ളത്. ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇതെല്ലാം ഡംപ് ചെയ്യുന്നത് എവിടേക്കാണ്? നമ്മുടെ വാട്ടർ ബോഡീസിലേക്കാണ്. അപ്പൊ അത് വാട്ടർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിലും ഗ്രൗണ്ട് വാട്ടറും മൈക്രോബ്സ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്തൊക്കെ മൈക്രോബ്സ് ആണ് യൂസ് ആക്കുക? ബാക്ടീരിയ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. നാച്ചുറലി ഒക്വർ ചെയ്യുന്ന ബാക്ടീരിയാസ് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാതെ നാച്ചുറലി ഒക്വർ ചെയ്യുന്ന മൈക്രോബ്സ് തന്നെ നമുക്ക് അതിന്റെ DNA ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് ഏത് വേരിയന്റ് ആണോ വേണ്ടത് ആ ഒരു ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ നടത്തിയിട്ട് നമുക്കതിനെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പെസ്റ്റിസൈഡ്സിന്റെ ബയോ റെമഡിയേഷൻ ആണ്. പെസ്റ്റിസൈഡ്സ് എന്താണ്?
നമ്മൾ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചൊരു ക്ലാസ്സേ എടുത്തതാണ്. എന്താണ് പെസ്റ്റിസൈഡ്സ്, എത്ര ടൈപ്പ് പെസ്റ്റിസൈഡ്സ് ഉണ്ട്, ഏതൊക്കെയാണ് ക്ലാസ്സസ്, എന്തൊക്കെ കെമിക്കൽസ് ആണ് ഓരോ പെസ്റ്റിസൈഡ്സിലും അടങ്ങിയിട്ടുള്ളത് എന്നുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ഇവിടെ പെസ്റ്റിസൈഡ്സ് എന്ന് ഉദ്ദേശിക്കുന്ന പെസ്റ്റിസൈഡ്സിന്റെ ബയോ റെമഡിയേഷൻ ആണ്. അപ്പൊ മെയിൻലി പെസ്റ്റിസൈഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത്? കറക്റ്റ് ആണ്. നമ്മൾ പ്ലാന്റ്സിലും ബാക്കിയുള്ള ക്രോപ്സിനൊക്കെ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കളകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇതെല്ലാം പോസിബിൾ ആണ്. പക്ഷെ ഇതിന്റെ ആ ഒരു അവശിഷ്ടങ്ങൾ എവിടെ തന്നെ ഉണ്ടാവും? നമ്മുടെ സോയിലിൽ റിമൈൻ ചെയ്യും. അത് ഡീഗ്രേഡ് ചെയ്ത് പോകണമെന്നില്ല. നാച്ചുറലി ഒക്കർ ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് അല്ല, അല്ലാതെ നമ്മൾ സിന്തറ്റിക്കലി ഉണ്ടാക്കുന്ന പെസ്റ്റിസൈഡ്സ് ഒരിക്കലും മണ്ണിൽ നിന്ന് ഡീഗ്രേഡ് ചെയ്ത് പോകണമെന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് നമ്മുടെ സോയിലിനെയും പിന്നെ അത് ഇറങ്ങിപ്പോയി ഗ്രൗണ്ട് വാട്ടറിനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കണ്ടാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സോയിൽ നമുക്ക് കൾട്ടിവേഷന് വേണ്ടിയിട്ട് യൂസ് ആക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഏറ്റവും ഒരു വേണ്ടുന്ന റെമഡി ആണ് നമുക്ക് ഇതിനെ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് പഴയ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സോയിൽ ആക്കി മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നീട് അവിടെ ക്രോപ്സ് കൾട്ടിവേഷൻ ഒന്നും പോസിബിൾ ആവില്ല. അപ്പോൾ മെയിൻലി നമ്മൾ ഇവിടെ നോക്കുന്നത് ഇൻട്രിൻസിക് ബയോ റെമഡിയേഷൻ ആണ് കൂടുതലായിട്ട് നോക്കുന്നത്. ഇൻട്രിൻസിക് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻ ദ സൈറ്റ് എന്നതാണ്. ആ ഒരു സൈറ്റിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ബയോ റെമഡിയേഷൻ പോസിബിൾ ആക്കുന്നത്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള മൈക്രോബ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? സോയിൽ ഓൾറെഡി ഉള്ള മൈക്രോബ്സിനെ കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മൈക്രോബ്സ് നീഡഡ് ഫോർ ബയോ റെമഡിയേഷൻ ആർ ഓൾറെഡി പ്രസന്റ് ഇൻ ദ സോയിൽ ഓർ അണ്ടർഗ്രൗണ്ട്. ഓൾറെഡി പ്രസന്റ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കെമിക്കൽ ഡീഗ്രഡേഷന് വേണ്ടിയിട്ട് യൂസ് ആക്കണം. അപ്പൊ അതിനുള്ള ആ ഒരു കണ്ടീഷൻ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. റിക്വയർമെന്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഇത് തന്നെയാണ്. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറീസ് ആണ് ഉള്ളത്. ഒന്ന് എക്സിറ്റു ട്രീറ്റ്മെന്റും ഒന്ന് ഇൻസിറ്റു ട്രീറ്റ്മെന്റും ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എൻവയോൺമെന്റൽ ഫാക്ടറും ഓപ്റ്റിമം കണ്ടീഷൻസും കൊടുത്തിട്ടുണ്ട്. ആ മൈക്രോബ്സ് ആക്റ്റീവ് ആവാനുള്ളതാണ് കേട്ടോ. ഇവിടെ ഇൻട്രിൻസിക് ആയിട്ടുള്ള ബയോ റെമഡിയേഷൻ അല്ലേ. അപ്പൊ ആ ഇൻട്രിൻസിക് ആയിട്ടുള്ളത് ഇപ്പൊ സോയിൽ തന്നെ ഞാൻ പറഞ്ഞു. ഇപ്പൊ സോയിൽ നമ്മളൊരു മുകളിലത്തെ ലെയറിൽ മാത്രമാണ് പെസ്റ്റിസൈഡ്സ് ഉള്ളതെങ്കിൽ അതിന്റെ സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ തേർഡ് ലെയറിൽ എന്ത് പ്രസന്റ് ആണ്? നമ്മുടെ നല്ല മൈക്രോബ്സ് പ്രസന്റ് ആണ്. ആ മൈക്രോബ്സിന് സ്യൂട്ടബിൾ കണ്ടീഷൻ, ഒപ്റ്റിമം കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു പെസ്റ്റിസൈഡ്സിനൊക്കെ അത് ഡീഗ്രേഡ് ചെയ്യും. ഡീഗ്രഡേഷൻ അവിടെ പോസിബിൾ ആണ്. കെമിക്കൽ ഡീഗ്രഡേഷൻ പോസിബിൾ ആണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ളത് സോയിലിന് അത്യാവശ്യം മോയ്സ്ചർ ആവശ്യമാണ്. ആ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് 25 to 85% വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ മൈക്രോബ്സ് നന്നായിട്ട് വളരുള്ളൂ. പിന്നെ അതേപോലെ ഓക്സിജൻ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0.2 milligram per liter ഡിസോൾവ്ഡ് ഓക്സിജൻ ആയിരിക്കണം പ്രസന്റ് ആയിരിക്കേണ്ടത്. അത് നമ്മുടെ വാട്ടറിൽ എയറോബിക് ഡീഗ്രഡേഷന് വേണ്ടിയിട്ട് ഇത്രയും ഡിസോൾവ്ഡ് ഓക്സിജൻ എങ്കിലും അവിടെ പ്രസന്റ് ആയിരിക്കണം. റിഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 50 millivolts. പിന്നെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോബ്സ് വളരാനുള്ള ന്യൂട്രിയൻസ് ഇപ്പൊ പറഞ്ഞതാണ്. കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് അഥവാ പൊട്ടാസ്യം ഇതെല്ലാം യൂസ് ആക്കുക. ഇവിടെ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് ആണ്. അത് 120:10:1 എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് അതിന്റെ മോളാർ റേഷ്യോ. പിന്നെ pH എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 5.5 to 5.8 ആണ്. പക്ഷെ ഇവിടെ പെസ്റ്റിസൈഡ്സിന്റെ ഡിഗ്രഡേഷൻ ആയതുകൊണ്ട് 5.5 to 8.5 വരെയുള്ള pHൽ നമ്മുടെ മൈക്രോബ്സ് നന്നായിട്ട് വളരും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 to 45 degrees Celsius ആണ്. അവിടെ നമ്മൾ എന്തിന്റെ കേസായിരുന്നു പറഞ്ഞിരുന്നത്? കമ്പോസ്റ്റിങ്ങിന്റെ കേസിലാണ് 30 to 35 എന്ന് പറഞ്ഞത്. ഇവിടെ മൈക്രോബ്സ് വളരുന്നത് 15 to 45 degrees Celsius ഉള്ള ആ ഒരു റേഞ്ചിലാണ്. ഇനി നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് അല്ലേ പറഞ്ഞത്? എക്സിറ്റു ബയോ റെമഡിയേഷനും പറഞ്ഞിട്ടുണ്ട്, ഇൻസിറ്റു ബയോ റെമഡിയേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് എക്സിറ്റു, എന്താണ് ഇൻസിറ്റു എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സിറ്റു ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിലിനെ നമ്മൾ വാട്ടറിൽ അതേപോലെ അണ്ടർ വാട്ടറിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു കണ്ടാമിനേഷൻ സൈറ്റിൽ നിന്ന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എക്സിറ്റു ബയോ റെമഡിയേഷനിൽ പറയണത്. റിമൂവിങ് ആൻഡ് ദെൻ ട്രീറ്റിംഗ് ഈസ് നോൺ ആസ് എക്സിറ്റു ട്രീറ്റ്മെന്റ്. അതായത് എക്സിറ്റു ട്രീറ്റ്മെന്റ് ആണ്.
നമ്മളിപ്പോ അവിടെ കുറച്ച് ഭാഗത്ത് സോയില് കണ്ടാമിനന്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ സോയിലിനെ അവിടെ നിന്ന് അങ്ങനെ എടുത്ത് എന്ത് ചെയ്യുക, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ റിമൂവ് ചെയ്തതിന് ശേഷം, അതായത് ആ ഒരു ഭാഗത്ത് നിന്ന് റിമൂവ് ചെയ്യുക പിന്നെ ട്രീറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സിറ്റ്യൂ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ എക്സിറ്റ്യൂ ട്രീറ്റ്മെന്റ് തന്നെ മോസ്റ്റ് കോമൺലി പമ്പ് ആൻഡ് ട്രീറ്റ് ഉണ്ട്, ബയോപൈൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, ലാൻഡ് ഫാമിംഗ് ഉണ്ട്. ഈ പമ്പ് ആൻഡ് ട്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എക്സ്പെഷ്യലി ഫോർ കണ്ടാമിനേറ്റഡ് ഗ്രൗണ്ട് വാട്ടറിനാണ്. ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് വാട്ടറിനെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ആദ്യം റിമൂവ് ചെയ്യുക, എന്നിട്ട് എഞ്ചിനീയർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുക. അവിടെ വെച്ചിട്ട് ആക്ടിവേറ്റഡ് സ്ലഡ്ജും ട്രിക്ലിംഗ് ഫിൽറ്ററും റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടേഴ്സും ഒക്കെ യൂസ് ചെയ്ത് അതിലുള്ള കണ്ടാമിനൻസിനെ മുഴുവൻ മാറ്റുക. അയൺ എക്സ്ചേഞ്ച് മെക്കാനിസം ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിലുള്ള ആ ഒരു കണ്ടാമിനൻസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്കത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ രണ്ടാമത്തെ കേസാണ് ലാൻഡ് ഫാമിംഗ്. ലാൻഡ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആദ്യം തന്നെ നമ്മൾ ആ ഒരു സ്പോയിലായി കിടക്കുന്ന ആ ഒരു സോയിൽ എന്ത് ചെയ്യണം, എക്സ്കവേറ്റ് ചെയ്യണം. എക്സ്കവേറ്റ് ചെയ്ത് റീലൊക്കേറ്റ് ചെയ്ത് ആ കണ്ടാമിനന്റ് മീഡിയനെ നമ്മൾ പിന്നെ അതിൽ ആക്റ്റീവ് മൈക്രോബ്സ് ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനെ നല്ലൊരു ഫലഭൂയിഷ്ടിയുള്ള മണ്ണാക്കിയിട്ട് മാറ്റി തിരിച്ചു കൊണ്ടുവന്ന് ഇടണം. ഇതാണ് എക്സിറ്റ്യൂ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇതെന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആണ്. ഡീഗ്രഡേഷന്റെ റേറ്റ് കൂടുതലാണെങ്കിൽ കൂടെ, അതായത് സോയിൽ കണ്ടീഷനിൽ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് അതിന്റെ ഡീഗ്രഡേഷൻ റേറ്റ് കൂട്ടിയാൽ കൂടെ ഇത് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്, എക്സ്കവേഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഈ എക്സ്കവേഷൻ ഇപ്പൊ 1 ഏക്കർ ലാൻഡ് ഒക്കെയാണ് സ്പോയിലായി കിടക്കുന്നുണ്ടെങ്കിൽ ആ 1 ഏക്കർ ലാൻഡ് എക്സ്കവേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതിന് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഫീസിബിലിറ്റി കുറവാണ്, ലേബർ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഈ ഒരു ന്യൂട്രിയൻസ് തന്നെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ലൈംസ്റ്റോൺ ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യുക, അതിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യുക, ഈ വക കാര്യങ്ങളിലൂടെ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇൻസിറ്റ്യൂവിനെ വെച്ച് നോക്കുമ്പോൾ ടൈം കുറവ് മതിയെങ്കിൽ കൂടെ ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. മെയിൻലി ലേബർ കോസ്റ്റ് ആണ് പറയുന്നത്. അതേപോലെ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഫീസിബിലിറ്റി തീരെ ഇല്ലാത്തൊരു കാര്യമാണ് എക്സിറ്റ്യൂ എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റിന്. പിന്നെ റിക്വയർഡ് ആയിട്ടുള്ള ലാർജ് എമൗണ്ട് ഓഫ് സ്പേസ് വേണം ഇതിന്റെ ട്രീറ്റ്മെന്റിന് ആവശ്യം. അതായത് ഇപ്പൊ ഒരു അർബൻ ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊട്ടും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. റൂറൽ ഏരിയാസ് ആണെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് പറയാം, പക്ഷെ അർബൻ ഏരിയാസിലൊന്നും ഈ ഒരു എക്സിറ്റ്യൂ ട്രീറ്റ്മെന്റ് പോസിബിൾ അല്ല. ഇനി ഇൻസിറ്റ്യൂ ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡിഫറെന്റ് മീഡിയത്തിലൂടെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് പെസ്റ്റിസൈഡ്സിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഫംഗസ് അതേപോലെ ബാക്ടീരിയംസിനെയൊക്കെ നമ്മൾ അവിടെ ആ ഒരു മണ്ണിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാച്ചുറൽ എൻവയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടിഷ്യൂസിലൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ ഫംഗസിനെ എന്ത് ചെയ്യുക, വൈറ്റ് റോട്ട് ഫംഗി അതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലിഗ്നിൻ എന്ന് പറയുന്നതിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് റോട്ട് ഫംഗി യൂസ് ചെയ്യുന്നുണ്ട്. അത് ടോക്സിക് ആണ്, പക്ഷേ പെസ്റ്റിസൈഡ്സിന് നമുക്കൊരു 45 to 75% ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, നമ്മുടെ വൈറ്റ് റോട്ട് ഫംഗി സഹായിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോബ്സ് തന്നെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ ബയോഡിഗ്രേഡ് ചെയ്യാൻ. അപ്പോൾ ഒരു മൈക്രോബ്സിനെ ഡിഗ്രേഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് വളരെ ടൈം കൺസ്യൂമിങ് ആണ്. എക്സിറ്റ്യൂവിനെ വെച്ച് നോക്കുന്ന ടൈമിൽ ഈ ഇൻസിറ്റ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. എക്സിറ്റ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളാണ് അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സോയിലില് ഇപ്പൊ എന്തെങ്കിലും കണ്ടാമിനന്റ് കാരണം അത് കണ്ടാമിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ pH ബാലൻസ് ചെയ്യാം, അതിന്റെ pH ബാലൻസ് ചെയ്യാം, മോയ്സ്ചർ കണ്ടന്റ് ബാലൻസ് ചെയ്യാം, അതിന്റെ മൈക്രോബ്സിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എത്ര ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം, ന്യൂട്രിയൻസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് മൈക്രോബ്സ് തന്നെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്, ഡീഗ്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അത് വളരെ ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഇതിന് നമുക്ക് ഇഞ്ചക്ഷൻ വെൽസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലൊക്കാലിറ്റിയിൽ ഇഞ്ചക്ഷൻ വെൽസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓക്സിജന്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ആ ഒരു 80% മാത്രമാണ് മൈക്രോബ്സ് ആക്റ്റീവ് ആയിട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓക്സിജൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ
ന്യൂട്രിയൻസ്, നൈട്രജനും ഫോസ്ഫറസും ഒക്കെ നമ്മൾ അതിലേക്ക് അത്യാവശ്യം ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ന്യൂട്രിയൻസ് അതായത് നൈട്രജനും ഫോസ്ഫറസും എന്നൊക്കെയാണ് ഇവർക്ക് എനർജി കിട്ടുന്നത്, എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് മൈക്രോബ്സിന് ആക്റ്റീവായി ആ ഒരു ബയോഡിഗ്രഡേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ പെസ്റ്റിസൈഡ്സിന്റെ കോംപ്ലക്സ് സ്ട്രക്ചർ കാരണം ബയോഡിഗ്രഡേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ വാട്ടറിന്റെ ഓക്സിജൻ അവൈലബിലിറ്റി, എയറോബിക് നേച്ചർ, ഇതെല്ലാം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയതുകൊണ്ട് ഇൻസിറ്റു മെത്തേഡ് എന്ന് പറയുന്നതും അത്ര അഡ്വാൻറ്റേജസ് ഇല്ല, കൂടുതലും ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഉള്ളത്. അപ്പൊ മാക്സിമം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാക്കുന്നത്, അതായത് പെസ്റ്റിസൈഡ്സിന്റെ ഒക്കെ യൂസേജ് കുറയ്ക്കുക, നാച്ചുറൽ ആയിട്ട് ബയോഡിഗ്രേഡ്, പെട്ടെന്ന് തന്നെ ബയോഡിഗ്രേഡ് ചെയ്ത് പോകുന്ന പെസ്റ്റിസൈഡുകൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വേസ്റ്റ് ഉണ്ടായിട്ട് അതിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ആയതിനു ശേഷം റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെയാണ്, ഇപ്പൊ പെസ്റ്റിസൈഡ്സിന്റെ കാര്യം പറഞ്ഞു, അവിടെ നമ്മൾ പറഞ്ഞത് വൈറ്റ് റോട്ട് ഫംഗിന്റെ കാര്യം മാത്രമാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന്റെ ഫാക്ടേഴ്സും പറഞ്ഞു. ഇനി നമുക്കുള്ളത് ഡിറ്റർജൻസ് ആണ്. ഡിറ്റർജന്റിൽ മെയിൻ ആയിട്ടുള്ള എന്താണ്, ഡിറ്റർജന്റ് എങ്ങനെയാണ് ഈ വാട്ടർ ബോഡീസിനൊക്കെ പൊല്യൂട്ടന്റ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ആക്കുന്നത്? എങ്ങനെയാക്കുന്നത്? നമ്മൾ ഇന്ന് പരസ്യങ്ങളൊക്കെ കാണുന്നത് സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചേഴ്സ് എന്ത് കൊണ്ടുവരുന്നുണ്ട്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് കുറവുള്ള പ്രോഡക്ട്സ് ആണ് കൊണ്ടുവരുന്നത്. അതായത് കോമ്പാറ്റിബിൾ ആയിരിക്കണം, ബയോഡിഗ്രേഡബിൾ ആയിരിക്കണം. ഈ വക കാര്യങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള പ്രോഡക്ട്സും കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര കോമ്പാറ്റിബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ ബയോഡിഗ്രേഡബിൾ ആയിരിക്കണം. എൻവയോൺമെന്റലിന് പ്രത്യേകിച്ച് ഇമ്പാക്ട് ഒന്നും അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷകരമായിട്ടുള്ള ഇമ്പാക്ട് ഒന്നും ഇല്ലാതിരിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമ്പാക്ട് ഒന്നും ഇല്ലാത്ത പ്രോഡക്ട്സ് വേണം യൂസ് ആക്കാൻ. അത് ഇന്ന് മാർക്കറ്റിംഗിൽ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്ന ഒരു കാര്യവും കൂടെയാണ്. ഓർഗാനിക് മെറ്റീരിയൽസിനെ പൊതുവെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നത് ബാക്ടീരിയ, ഫംഗൈ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ കേസിൽ പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ കെമിക്കൽസ്, അതായത് കെമിക്കൽസിനെ സ്മോളർ കോമ്പൗണ്ട്സ് ആക്കിയിട്ട് മാറ്റുക. അതേപോലെ ന്യൂട്രിയൻസ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, ന്യൂട്രിയൻസ്, വാട്ടർ, ഫാറ്റി ആസിഡ്സ് ഒന്നും നാച്ചുറിന് ദോഷകരമല്ല. അപ്പോ വലിയ വലിയ ഓർഗാനിക് കോമ്പൗണ്ട്സിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ്, ഫാറ്റി ആസിഡ്സ്, അതേപോലെ വാട്ടർ ഇതൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആണ്, റിസ്ക് കുറഞ്ഞു കിട്ടും. ഇതാണ് നമ്മുടെ ബാക്ടീരിയ ചെയ്യുന്ന ഫംഗ്ഷൻ. രണ്ട് ഫോം ഓഫ് ബയോഡിഗ്രഡേഷൻ ആണുള്ളത്, എയറോബിക്കും ഉണ്ട് അനേറോബിക്കും ഉണ്ട്. എയറോബിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് എയറിലും, അനേറോബിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആബ്സെൻസ് ഓഫ് എയറിലും ആണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഇത് എയറോബിക് ബയോഡിഗ്രഡേഷൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മിനറൽ സോൾട്സും ആണ് ഉണ്ടാവുന്നത്. അനൈറോബിക്കിലാണെങ്കിൽ അവിടെ നമ്മൾ എയറിന്റെ ആബ്സെൻസിലാണ് നടത്തുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും, മീഥേനും സ്മോൾ ഹൈഡ്രോ കാർബൺസും ആണ് ഉണ്ടാവുന്നത്. ഇതാണ് നമ്മൾ ബയോ ഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അനേറോബിക് ആണ്, അനേറോബിക് ഡീകമ്പോസിഷൻ ആണ്. ഇനി അൾട്ടിമേറ്റ് ബയോഡിഗ്രഡേഷൻ ഉണ്ട്, പ്രൈമറി ബയോഡിഗ്രഡേഷൻ ഉണ്ട്. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അൾട്ടിമേറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവലാണ്. അപ്പൊ ഹൈ ലെവലില് നമ്മൾ എന്താ, ഫുൾ ഡീഗ്രഡേഷനും കഴിഞ്ഞു. അൾട്ടിമേറ്റ് ബയോഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബയോഡിഗ്രഡേഷനും കഴിഞ്ഞ് ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മിനറൽ സോൾട്സും ആയിരിക്കും. ഇവിടെ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സർഫക്റ്റന്റ് മോളിക്യൂൾ എന്ന് വിചാരിക്കുക. സോപ്പിലുള്ളത് മെയിൻ ആയിട്ട് എന്താണ്, സർഫക്റ്റൻസ് ആണ്. ആ സർഫക്റ്റൻസിനെ ഡീകമ്പോസ് ചെയ്യാനാണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, ഇത് എന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. ഈ ഒരു റെഡ് കളറ് ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഗ്രീൻ കളറിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇതെല്ലാം ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സർഫക്റ്റന്റ് എന്ന് പറയുന്നത്. അതില് പ്രൈമറി ബയോഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട്, അതായത് പ്രൈമറി സ്റ്റേജ്, ഫസ്റ്റ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെഡ് മോളിക്യൂൾ ഇവിടുന്ന് സ്പ്ലിറ്റ് ആയിപ്പോയി, ബാക്കിയുള്ളത് സ്പ്ലിറ്റ് ആയിപ്പോയി. വലിയൊരു മോളിക്യൂൾ ഉണ്ടായിരുന്നത് രണ്ട് കഷ്ണമായിട്ട് മാറി. ഇനി ഇതിന്റെ ഇടയ്ക്ക് കുറെ ഇന്റർമീഡിയറ്റ് ബയോഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് ഉണ്ട്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ റെഡും ഈ ഒരു ഗ്രീനും കൂടെ സ്പ്ലിറ്റ് ആയി. അടുത്ത സ്റ്റെപ്പിൽ വന്നപ്പോൾ 2 ഗ്രീന് സ്പ്ലിറ്റ് ആയി. പിന്നത്തെ സ്റ്റെപ്പിൽ വന്നപ്പോൾ 3 ഗ്രീനും സ്പ്ലിറ്റ് ആയി. ലാസ്റ്റ് സ്റ്റെപ്പിൽ വന്നപ്പോൾ 5 ഗ്രീനും സ്പ്ലിറ്റ് ആയി, പ്ലസ് റെഡും സ്പ്ലിറ്റ് ആയി. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ് മാറിയത്. ആ ചെറിയ പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്, നമ്മുടെ
നമ്മുടെ ആരൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ബയോമാസ്. ഇതാണ് അൾട്ടിമേറ്റ് ബയോഡിഗ്രഡേഷന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്. പ്രൈമറി ബയോഡിഗ്രഡേഷൻ സംഭവിച്ച് അതിന് ഇന്റർമീഡിയറ്റ് ബയോഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് ഉണ്ടായി. അതായത് വലിയൊരു മോളിക്യൂൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ഡീഗ്രേഡ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത്. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, ഡീകമ്പോസ് ചെയ്തിട്ട് ലാസ്റ്റ് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ചെറിയ കോമ്പൗണ്ട്സ് ആയിട്ട് മാറി. അതിന് എക്സാമ്പിൾ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, ബയോമാസ്, വാട്ടർ ഒക്കെ ആയിട്ട് മാറി. ഇതൊന്നും നമ്മുടെ എന്തിന് ദോഷകരമല്ല? എൻവയോൺമെന്റിന് ദോഷകരമല്ല. ഇവിടെ പ്രൈമറി ബയോഡിഗ്രഡേഷന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് എന്തിൽ പഠിക്കാനുള്ളത്? ഡിറ്റർജന്റിന്റെ കേസിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യമാണ് പെട്രോളിയം ആൻഡ് ഹൈഡ്രോ കാർബൺസ്. എന്താ പെട്രോളിയം പ്രോഡക്ട്സും ഹൈഡ്രോ കാർബൺസും? ഈ വണ്ടിന്നൊക്കെ പോകുന്ന ഓയിൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ പെട്രോളിയം. ഒരു ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഓയിൽ ടാങ്ക് ഒക്കെ മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെട്രോളിയത്തിന്റെ ആ ഒരു കണ്ടാമിനേഷൻ ഉണ്ടാവും. ഹൈഡ്രോ കാർബൺസും ഇതേപോലെ തന്നെയാണ്. അപ്പൊ ഇത് ഓർഗാനിക് അല്ലേ? പെട്രോളിയം, ഹൈഡ്രോ കാർബൺസ് എന്നൊക്കെ പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, വളരെയധികം ടോക്സിക് ആണ്. ഇപ്പോൾ ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ നോൺ ടോക്സിക് ആയിട്ട് മാറ്റുക. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഓർഗാനിക് മെറ്റീരിയൽസിനെ മെയിൻലി ബയോഡിഗ്രേഡ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫാറ്റി ആസിഡ്സ് ഒക്കെ ആയിട്ടാണ് മാറ്റുന്നത്. കംപ്ലീറ്റ്ലി ആ ഒരു പെട്രോളിയം, ഹൈഡ്രോ കാർബൺസിനെ ആ ഒരു സ്പിൽ ചെയ്തിട്ടുള്ള ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് മാറ്റി നോൺ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നു. അതാണ് നമ്മുടെ ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നോക്കുക, ഈ ഒരു ഫ്ലോ ചാർട്ടും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ബയോ റെമഡിയേഷൻ സ്ട്രാറ്റജീസിൽ എക്സിറ്റു ബയോ റെമഡിയേഷൻ ഉണ്ട്, ഇൻസിറ്റു ഉണ്ട്. അത് രണ്ടും നമ്മൾ പറഞ്ഞു. ഇനി ബയോ ഓഗ്മെന്റേഷൻ ഉണ്ട്, ബയോ സ്റ്റിമുലേഷൻ ഉണ്ട്. ഈ രണ്ട് കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ എക്സിറ്റ്യൂല് നമ്മൾ എന്താ ബയോ പൈല്, ബയോ റിയാക്ടർ, കമ്പോസ്റ്റിംഗ്, ലാൻഡ് ഫാമിംഗ് ഒക്കെ പറഞ്ഞു. ഇൻസിറ്റ്യൂലാണെങ്കിൽ ബയോ വിൻഡിങ്, ബയോ സ്പ്രേയിങ്. അതായത് ഇൻസിറ്റു, ഇൻ ദ സൈറ്റ് ട്രീറ്റ്മെന്റ് അല്ലേ. ഇപ്പൊ നമ്മൾ മൈക്രോബ്സിനെ ഒന്നില്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബയോ വെന്റിങ് ചെയ്യുക, സ്പ്രേയിങ് ചെയ്യുക. പിന്നെ ഫോട്ടോ റെമഡിയേഷൻ, ഫൈറ്റോ റെമഡിയേഷൻ പോസിബിൾ ആണ്. നാച്ചുറലി അത് ഡീകമ്പോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതൊക്കെയാണ് ഇൻസിറ്റ്യൂല് വരുന്നത്. നമുക്ക് പഠിക്കാനുള്ള കാര്യം ബയോ ഓഗ്മെന്റേഷനും ബയോ സ്റ്റിമുലേഷനും ആണ്. അപ്പൊ ഇത് നമുക്കൊന്ന് നോക്കാം. അതിൽ ബാക്ടീരിയൽ റെമഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് യൂട്ടിലൈസ് ചെയ്ത് എന്തിനെ കൺട്രോൾ ചെയ്യുക? ഓർഗാനിക് പൊല്യൂട്ടൻസിനെ ടോക്സിക് അല്ലാത്ത രീതിയിൽ, അനിമൽസിനും പ്ലാന്റ്സിനും ഹ്യൂമൻസിനും ഒന്നും ടോക്സിക് അല്ലാത്ത രീതിയിൽ അതിനെ ഡീകമ്പോസ് ചെയ്ത് അതിന്റെ പ്രോഡക്ട്സ് ആക്കി മാറ്റുന്നതാണ് ബാക്ടീരിയൽ റെമഡിയേഷൻ. ബയോ ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടാമിനൻസിനെ ഡീകമ്പോസ് ചെയ്യുക. എങ്ങനെ ഡീകമ്പോസ് ചെയ്യുക? പൊല്യൂട്ടൻ ഡീഗ്രേഡിംഗ് മൈക്രോബ്സ് അല്ലെങ്കിൽ ഓഗ്മെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? പൊല്യൂട്ടൻ ഡീഗ്രേഡിംഗ് മൈക്രോബ്സ് നമ്മൾ ആ ഒരു കണ്ടാമിനന്റ് ഏരിയയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഡീകമ്പോസിഷൻ സംഭവിക്കും. ഇനി ഈ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് ഇൻഡിജീനിയസ് മൈക്രോബ്സ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് എല്ലാ മൈക്രോ ഓർഗാനിസംസിനും ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ 2 മൈക്രോ ഓർഗാനിസംസിന് ഒന്നിനെ അതിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടാവും, പക്ഷെ അത് ഭയങ്കര ടോക്സിക് ആയിരിക്കാം. ഒരെണ്ണത്തിന് അത് ടോക്സിക് അല്ല, പക്ഷെ അതിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനും ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു മൈക്രോബ് ആക്കി മാറ്റാൻ പറ്റും. അതിന്റെ എൻസൈം ആക്ഷൻ മാറ്റിയാൽ മതി. അപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മൈക്രോബ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ അൺവാണ്ടഡ് കോമ്പൗണ്ട്സിന്റെ റിമൂവൽ കുറച്ചും കൂടെ ആക്സലറേറ്റ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് ബയോ ഓഗ്മെന്റേഷൻ യൂസ് ചെയ്തിട്ട് അൺവാണ്ടഡ് കോമ്പൗണ്ട്സിന്റെ റിമൂവൽ നമുക്ക് കുറച്ചും കൂടെ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ബയോ ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കുള്ളത് ബയോ സ്റ്റിമുലേഷൻ. എന്താ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആക്സലറേറ്റ് ചെയ്യുക, അതായത് ഡിറ്റോക്സിഫൈയിങ് റേറ്റ്. ഡീടോക്സിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോക്സിസിറ്റി കുറയ്ക്കുന്ന ആ ഒരു റേറ്റ് നമ്മൾ ആക്സലറേറ്റ് ചെയ്യുക. മൈക്രോബ്സ് ഓൾറെഡി നമ്മുടെ ആ ഒരു കണ്ടാമിനേറ്റഡ് ഏരിയാസിൽ, എല്ലാ സ്ഥലത്തും മൈക്രോബ്സ് ഉണ്ടല്ലോ. കണ്ടാമിനേറ്റഡ് ഏരിയാസിൽ മൈക്രോബ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. PHC എന്ന് കൊടുത്തിട്ടുള്ളത് പെട്രോളിയം ഹൈഡ്രോ കാർബൺസിനെയാണ് കേട്ടോ. പെട്രോളിയം ഹൈഡ്രോ കാർബൺസ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള മൈക്രോ ഓർഗാനിസംസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, അതായത് കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, ഓക്സിജൻ എന്നിവ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഈ ആഡ് ചെയ്യുന്ന ആ ഒരു ന്യൂട്രിയൻസിന്റെ അളവെന്ന് പറയുന്നത് എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം. കാരണം ഇംബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ അതിനെ അവിടെ വർക്ക് ചെയ്യാനായിട്ട്, അതിന്റെ ആക്ടിവിറ്റി അവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റില്ല.
പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റാപ്പിഡ് ആയിട്ട് ഈ ഒരു ബാക്ടീരിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഡിഗ്രഡേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നത്. അതായത് മൈക്രോബ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? അതെ, കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഓക്സിജൻ ഒക്കെയാണ് ആ ഒരു ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് നോക്കാം. സബ്സ്ട്രേറ്റ് പ്രോപ്പർട്ടീസും അതിന്റെ കോൺസെൻട്രേഷനും. ഫാക്ട്സ് ആൻഡ് ഫൈൻഡിങ്സ് ആണ് കേട്ടോ. ഷോർട്ട് ചെയിൻ ഉള്ളതും ലോങ് ചെയിൻ ഉള്ള ഹൈഡ്രോ കാർബൺസ് നമുക്ക് ഫെമിലിയർ ആണ്. കാർബണിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 മുതൽ 15 വരെയാണെങ്കിൽ അത് ഷോർട്ട് ആയിട്ട് കൂട്ടാം. ഷോർട്ട് ടു മീഡിയം റേഞ്ച് കൂട്ടാം. ലോങ് കാർബൺ ചെയിൻസ് ഉണ്ടാവും 25 മുതൽ 40 വരെയൊക്കെയുള്ള കാർബൺ അടങ്ങിയിട്ടുള്ള ചെയിൻസ് ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതാണ് ഡീഗ്രേഡ് ചെയ്യാൻ എളുപ്പമുള്ളത്? കാർബണിന്റെ ചെയിൻ ലെങ്ത് കൂടുന്തോറും ഡീഗ്രഡേഷൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഷോർട്ടസ്റ്റ് ഹൈഡ്രോ കാർബൺസ് ആണെങ്കിൽ ഡീഗ്രഡേഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കും. അതേപോലെ ബ്രാഞ്ച്ഡ് ആൽക്കെയിൻസും സൈക്ലോ ആൽക്കെയിൻസിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആൽക്കെയിൻസ് കുറച്ചും കൂടെ പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്തു പോകും. പിന്നെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് മൈക്രോബിയൽ ഗ്രോത്തിനും ഡീഗ്രഡേഷൻ ആക്ടിവിറ്റിക്കും ടോക്സിക് ആണ്. മൈക്രോബ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഡീഗ്രഡേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പൊ ഈ ഹൈഡ്രോ കാർബൺസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യും. മൈക്രോബ്സിന്റെ ഗ്രോത്തിന് അത് വളരെ ടോക്സിക് ആണ്. അപ്പൊ ഇതാണ് സബ്സ്ട്രേറ്റ് പ്രോപ്പർട്ടീസും കോൺസെൻട്രേഷനും. ഏത് സബ്സ്ട്രേറ്റ് ആണോ എത്രയാണോ അതിന്റെ കോൺസെൻട്രേഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡീഗ്രഡേഷൻ. ഇനി ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു ലോവർ ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ അത് പെർസിസ്റ്റ് ചെയ്യുന്ന ടൈം കൂടുതലായിരിക്കും. ഹയർ ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ വാട്ടർ സോലിബിലിറ്റി, ബയോ അവൈലബിലിറ്റി, ഡീഗ്രഡേഷൻ ഒക്കെ കൂടുതലായിരിക്കും. ജനറലി എത്രയാണ് 30 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ് സോയിലിൽ ഉണ്ടെങ്കിൽ ബയോഡിഗ്രഡേഷൻ പോസിബിൾ ആയിട്ട് നടക്കും. ന്യൂട്രിയൻസ് അവൈലബിലിറ്റി എന്താണ്? കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഇതെല്ലാം മൈക്രോബിയൽ ഗ്രോത്തിന് ആവശ്യമാണ്. ആക്ടിവിറ്റി ലെവൽ ഓഫ് പൊല്യൂട്ടൻ ഡീഗ്രഡേഷന് സഹായിക്കും. ഇനി എക്സസീവ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിലോ ഈ ഒരു മൈക്രോബിയൽ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യും. NPKന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മൈക്രോബിയൽ ബയോഡിഗ്രഡേഷൻ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യും. ഇനി സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള സോയിലായിരിക്കും ഉണ്ടാവുന്നത്. ഫൈൻ ആൻഡ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോയിൽ ഓർഗാനിക് മാറ്റർ അങ്ങനെയുള്ളതിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഗാനിക് മാറ്ററിന്റെ അളവ് കൂടിയതും ഫൈൻ ആയിട്ടുള്ള സോയിലാണെങ്കിൽ ഓർഗാനിക് മാറ്ററിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ഓർഗാനിക്കിന്റെ മാറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ മൈക്രോബ്സ് നന്നായി വളരുന്ന ഒരു റീജിയൻ ആണ്. പിന്നെ ഫൈൻ സോയിൽ എൻഹാൻസസ് മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് സ്റ്റിമുലേറ്റ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓർഗാനിക് മാറ്റർ കൂടുതലാണെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്തും കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഹൈഡ്രോ കാർബൺസിന്റെ ഡീകമ്പോസിഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പക്ഷെ സാൻഡി ആൻഡ് ക്ലേ സോയിൽ ആണെന്നുണ്ടെങ്കിലോ അവിടെ മൈക്രോബിയൽ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അതേപോലെ കാർബൺ നൈട്രജൻ റേഷ്യോ വളരെ കൂടുതലായിരിക്കും. ഇതും എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യും? മൈക്രോബിയൽ ആക്ടിവിറ്റീനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി സിൽക്കി സോയിലിനാണ് എന്തിനെ അപേക്ഷിച്ച് സാൻഡി ആൻഡ് ക്ലേ സോയിലിനെ അപേക്ഷിച്ച് ഡീഗ്രഡേഷന്റെ റേറ്റ് കൂടുതൽ സിൽക്കി ഓയിലാണ്. ഇനി ഓക്സിജന്റെ അവൈലബിലിറ്റി എന്താണ്? എയറോബിക് ഡീഗ്രഡേഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്സിജന്റെ അവൈലബിലിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ എയറോബിക് ഡിഗ്രഡേഷൻ ഇംപ്രൂവ് ചെയ്യും. സോയിലിന്റെ pH 6 to 9 ആയിരിക്കണം. ബയോഡിഗ്രഡേഷൻ ഇപ്പൊ നമ്മൾ 2-3 pH പഠിച്ചു. പെസ്റ്റിസൈഡ്സിന്റെ ആണെങ്കിൽ 5 to 8.5 വരെ ആവാം. ഇവിടെ ഹൈഡ്രോ കാർബൺസിന്റെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോയിലിന്റെ pH എന്ന് പറയുന്നത് 6 to 9 ആയിരിക്കണം. പിന്നെ എന്തായിരുന്നു ഫസ്റ്റ് കമ്പോസ്റ്റിങ്ങിന്റെ നമ്മൾ പറഞ്ഞത് 5 to 5.8 വരെയാണ്. മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഇനോക്കുലംസ്. മൈക്രോ ഓർഗാനിസംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ ഇനോക്കുലം? അതായത് ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ഒക്കെ എൻസൈം എടുത്തിട്ട് അതിനെ നമ്മൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ ഇനോക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് മൈക്രോബ്സിന്റെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആക്റ്റീവ് മൈക്രോ ഓർഗാനിസം റെഡ്യൂസ്ഡ് ഹൈഡ്രോകാർബൺ ഡിഗ്രഡേഷൻ റേറ്റ്. ആക്റ്റീവ് ആയിട്ടുള്ള മൈക്രോബ്സ് അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഹൈഡ്രോ കാർബണിന്റെ ഡിഗ്രഡേഷൻ റേറ്റ് വളരെ കുറവായിരിക്കും. പിന്നെ ഓപ്റ്റിമം ഇനോക്കുലം എമൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ബയോഡിഗ്രഡേഷന്റെ റേറ്റ് വളരെ കുറവായിരിക്കും. ഇനോക്കുലം എമൗണ്ട് എത്രയാണ്? 106 CFU per gram ഓഫ് സോയിൽ ഓഫ് മൈക്രോബ്സ് ആണ് വേണ്ടത്. അതിൽ കൂടുതലാവാനും പാടില്ല, കുറവാവാനും പാടില്ല. പിന്നെ എക്കോടോക്സിസിറ്റി എന്ന് പറയുന്നത് പെട്രോളിയം ഹൈഡ്രോ കാർബൺസ് ടോക്സിക് എഫക്റ്റ് ആണ് ഉള്ളത്.
അതായത് പൂർണ്ണമായിട്ടും അത് ഡീഗ്രേഡ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ എന്താണ്, അത് കുറച്ചും കൂടെ ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറും. സലൈനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, എക്സസീവ് സലൈനിറ്റി കോസസ് എ ഡിക്രീസ് ഇൻ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ലെവൽ. അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ സെല്ലിന്റെ ഡീഗ്രഡേഷൻ സെൽ ഡെത്തിന് കാരണമാകുന്നു. അതായത് ബാക്ടീരിയാസ് നശിച്ചു പോകും. എക്സസീവ് സലൈനിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ആര് വളരില്ല? മൈക്രോബ്സ് വളരില്ല. നമ്മൾ ഈ പിക്കിളും ഈ പല സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്, ഈ മാങ്ങ ഉപ്പിലിടുന്നതും അങ്ങനെ സാധനങ്ങളൊക്കെ പിക്കിൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്ത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിക്കിൾ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ സലൈനിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല എക്സസീവ് സലൈനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മളിവിടെ നോക്കുക, ഇപ്പൊ ഓരോ മൈക്രോ ഓർഗാനിസംസിന്റെ കേസും എല്ലാ മൈക്രോ ഓർഗാനിസംസിനും എന്ത് ചെയ്യാനുള്ള കഴിവില്ല? ഡീകമ്പോസ് ചെയ്യാനുള്ള കഴിവില്ല. അതിന്റെ ഡീഗ്രഡേഷൻ പാത്വേ എന്ന് പറയുന്നത് വളരെ പുവർ ആണ് ചിലതിന്റെ കേസിൽ. പക്ഷെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇനോക്കുലം സെലക്ഷനും അതേപോലെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഇനോക്കുലേഷൻ ടൈമും റിയാക്ഷൻ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എയറോബിക് ആവട്ടെ അനേറോബിക് ആവട്ടെ അനോക്സിക് ആവട്ടെ, ഏത് ഒപ്റ്റിമം കണ്ടീഷൻ ആണോ വേണ്ടത് ആ ഒരു ഒപ്റ്റിമം കണ്ടീഷൻസും ഒപ്റ്റിമം ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഇനോക്കുലേഷൻ ടൈമും ഇനോക്കുലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബയോ റെമഡിയേഷൻ ഓഫ് പെട്രോളിയം ഹൈഡ്രോകാർബൺ കണ്ടാമിനൻസ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് DNA ചേഞ്ച് വരുത്തുക എന്നുള്ളത്. അതായത് നമുക്ക് ഏത് വേരിയന്റ് ആണോ വേണ്ടത് ആ ഒരു വേരിയന്റിൽ ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കുക, മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുക. പുതിയൊരു ജീൻ തന്നെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുക നേറ്റീവ് മൈക്രോ ഓർഗാനിസംസിൽ നിന്നും. ഇപ്പൊ പല ഓർഗാനിസംസിനും പല പെക്യൂരിയാരിറ്റീസ് ഉണ്ടാവും. ചിലത് ടോക്സിക് ആയിരിക്കും, ചിലതിന് ഡീകമ്പോസിഷൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും, പക്ഷെ ടോക്സിക് ആയിരിക്കും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടോക്സിക് അല്ലാത്ത അതിന്റെ ജീൻ ഇല്ലേ, ആ ഒരു ജീൻ എടുക്കുക, വേറൊരു നോൺ ടോക്സിക് ആയിട്ടുള്ള ജീനിന്റെ കൂടെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പുതിയൊരു മൈക്രോ ഓർഗാനിസംസിനെ ക്രിയേറ്റ് ചെയ്യുക. അത് എന്തിനു നല്ലതാണ്? നമ്മുടെ ഹൈഡ്രോ കാർബൺസിന്റെ ഡീകമ്പോസിഷന് വളരെ നല്ലതാണ്. ഇതാണ് ഇത്രയും ഒരു പോയിന്റ്സിൽ പറയണത്. പിന്നെ ഇതിന് സ്ട്രെങ്സും വീക്കൻസും അതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഈ PHC റെമഡിയേഷന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. PHC സ്ട്രെങ്ത് എന്തൊക്കെയാണ്? മൈക്രോബിയൽ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് PHC അതായത് പെട്രോളിയം ഹൈഡ്രോകാർബൺ ബയോ റെമഡിയേഷനെ പറ്റിയിട്ട് അതിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ പറയുന്നത്. സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. നാച്ചുറൽ മൈക്രോബിയൽ പ്രോസസ്സ് കാരണം എക്കോ ഫ്രണ്ട്ലി ആയിട്ടും സസ്റ്റൈനബിൾ ആയിട്ടും നമുക്ക് ഈ ഒരു കണ്ടാമിനേറ്റഡ് സൈറ്റ്സിനെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ലെസ് എക്യുപ്മെന്റ് മതി, ലേബർ ചാർജും വളരെ കുറവാണ്. പിന്നെന്താണ്, ഡൈവേഴ്സ് റേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് ടോക്സിസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ടോക്സിസിറ്റി കുറവാണ്, ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടുതലാണ്, അങ്ങനെ പല രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഡൈവേഴ്സ് റേഞ്ച് ഉള്ള കാരണം തന്നെ ഒരുപാട് റേഞ്ച് ഉണ്ട്. ഇത് ഏത് മൈക്രോ ഓർഗാനിസംസിനും വേണം നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ട്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ പൊല്യൂട്ടൻസിന്, അതായത് ഒരു ഹൈഡ്രോ കാർബണിന് ഇനിയൊരു അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ ആ ടാർഗറ്റിന് ഒരു മൈക്രോബ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ റെമഡിയേഷന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയണത്. ഫസ്റ്റ് എന്താണ്, ടൈം കൺസ്യൂമിങ് ആണ്. കാരണം മൈക്രോബ്സ് അത്രയും ഡീകമ്പോസ് ചെയ്യാന്ന് പറയുന്നത്, ഇപ്പൊ കമ്പോസ്റ്റിംഗ് ആണെങ്കിൽ കൂടെ മൈക്രോ ഓർഗാനിസംസിന്റെ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ടുള്ള ഏതൊരു പ്രോസസ്സും ആവട്ടെ അത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഹൈലി സൈറ്റ് സ്പെസിഫിക് ആണ്. അതായത് ചില സോയിൽ ടൈപ്പില്, ചില ക്ലൈമറ്റ് റീജിയനില്, ചില എന്താ പറയാ കോൺസെൻട്രേഷനില് ഇതൊന്നും എല്ലാ മൈക്രോ ഓർഗാനിസംസും അവിടെ അഡാപ്റ്റബിൾ ആവണമെന്നില്ല. ഇപ്പൊ കണ്ടാമിനന്റ് കൂടുതലാണെങ്കിൽ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. പക്ഷേ കോൺസെൻട്രേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മൈക്രോ ഓർഗാനിസം തന്നെ അവിടുന്ന് ഡെഡ് ആയി പോവാം. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതെന്താണ്, ഭയങ്കര സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ളതാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഡിഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ ദോഷമാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചൊരു പോയിന്റ്സ് നോക്കാം. മൈക്രോബിയൽ കോൺസോർട്ടിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആൻഡ് ഫംഗി ആണ് ഈ ഒരു ഡിഗ്രഡേഷൻ മെക്കാനിസത്തിന് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഹൈഡ്രോ കാർബൺസിന്റെ
കോംപ്ലക്സ് ഹൈഡ്രോകാർബൺസിന്റെ ബ്രേക്ക് ഡൗൺ സഹായിക്കുന്നത് ആ ഒരു ക്ലാസ് ഓഫ് ബാക്ടീരിയ ആൻഡ് ഫംഗി ആണ്. പിന്നെ ബയോ ഓഗ്മെന്റേഷൻ, ബയോ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഈ ഒരു ഡീഗ്രഡേഷൻ ഓഫ് പെട്രോളിയം ഹൈഡ്രോകാർബൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൈറ്റ് സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി ചലഞ്ചസ് ഒക്കെ ഉണ്ട്. മൈക്രോബിയൽ ആക്ടിവിറ്റി, ന്യൂട്രിയന്റ് അവൈലബിലിറ്റി, എൻവയോൺമെന്റൽ കണ്ടീഷൻ പ്ലേ പൈവോട്ടൽ റോൾസ് ഇൻ ദ സക്സസ് ഓഫ് ബയോറെമഡിയേഷൻ. ആ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞതാണ്. മൈക്രോബ്സിന്റെ ആക്ടിവിറ്റി, ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റി, എൻവയോൺമെന്റൽ കണ്ടീഷൻസിനൊക്കെ വലിയൊരു ഫാക്ടറാണ്. ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നെന്താണ് ഈ ബയോ റെമഡിയേഷനും അതർ ടെക്നോളജീസും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻസ് സച്ച് ആസ് ഫോട്ടോ റെമഡിയേഷൻ ഓർ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, ഇതൊക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും ടു എസ്റ്റാബ്ലിഷ് ഇന്റഗ്രേറ്റഡ് ആൻഡ് മോർ ത്രൂ മെത്തേഡ്സ് ഓഫ് PHC ക്ലീനപ്പ്. ഈ ബയോ റെമഡിയേഷന്റെ കൂടെ തന്നെ വേറെ എന്ത് കെമിക്കൽ ട്രീറ്റ്മെന്റ്സോ ഫോട്ടോ റെമഡിയേഷനോ എന്താണ് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? PHCന്റെ ക്ലീനപ്പ് എന്നുള്ള മെത്തേഡ്സ് കുറച്ചും കൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള മൈക്രോബിയൽ സ്ട്രെയിൻസ് ഉണ്ടാക്കുക, അതുവഴി നമുക്ക് ഈ PHCന്റെ ഡിഗ്രേഡിംഗ് റേറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് മറ്റേ ജനറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കേസാണ് അവിടെ പറയുന്നത്. പിന്നെ നോവൽ ന്യൂട്രിയൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മസ്റ്റ് ബി എക്സ്പ്ലോയിറ്റഡ് ഫോർ ദ ടാർഗറ്റ് ഡെലിവറി ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ടു കണ്ടാമിനേറ്റഡ് സൈറ്റ്സ് ഫോർ ഒപ്റ്റിമൽ മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് ഹൈഡ്രോകാർബൺ ഡിഗ്രഡേഷൻ. മൈക്രോബിയലിന്റെ, അതായത് നമ്മൾ ന്യൂട്രിയൻസ് പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡിഗ്രഡേഷൻ, ഹൈഡ്രോകാർബൺസിന്റെ ഡിഗ്രഡേഷൻ പോസിബിൾ ആവുള്ളൂ. ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ. 2 ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതായത് ഫസ്റ്റത്തെ കമ്പോസ്റ്റിംഗ് ഒന്ന് പറഞ്ഞു, പിന്നുള്ളത് ബയോ റെമഡിയേഷൻ ആണ്. ബയോ റെമഡിയേഷന്റെ 2-3 ടോപ്പിക്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പെസ്റ്റിസൈഡ്സ് കംപ്ലീറ്റ് ആക്കി, ഡിറ്റർജൻസ് കംപ്ലീറ്റ് ആക്കി, മൂന്നാമതായിട്ടുള്ള നമ്മുടെ പെട്രോളിയം ഹൈഡ്രോകാർബൺസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ 3 ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ പെസ്റ്റിസൈഡ്സ് ഹൈഡ്രോകാർബൺസിന്റെ തന്നെയാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.